Hello friends, welcome to Math 7. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിലെ ഒരു പ്രോബ്ലമാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ വി ഹാവ് എ പ്രൂഫ്. ദിസ് ഇസ് ദ ഗിവൺ ഡിറ്റർമിനന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ദ ഹോൾ ക്യൂബ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡിറ്റർമിനൻസിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ അപ്ലൈ ചെയ്ത് ഈ ഡിറ്റർമിനന്റിനെ സിംപ്ലിഫൈ ചെയ്ത് എക്സ്പാൻഡ് ചെയ്ത് RHS equal to LHS എന്ന് പ്രൂവ് ചെയ്യണം. റൈറ്റ്, ലെറ്റ്സ് സീ നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ആദ്യം റോ നോക്കാം. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ദ ഹോൾ ക്യൂബ് ആണ്. അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്ന ടേം മാത്രമേ അവിടെ വന്നിട്ടുള്ളൂ. വേറെ ടേംസ് ഒന്നുമില്ല. എക്സോ വൈയോ ഇസഡോ ഒന്നും ഇൻഡിപെൻഡന്റ് ആയിട്ട് വന്നിട്ടില്ല. റൈറ്റ്, അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് മാത്രം മതി നമുക്ക് ഫൈനൽ റിസൾട്ട് ഉള്ളത്, അതിന്റെ പവർ. റൈറ്റ്, എങ്ങനെ ചെയ്യാൻ പറ്റും? തേർഡ് റോയിൽ എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ് ഉണ്ട്. ഫസ്റ്റ് റോയിൽ 2y, സെക്കൻഡ് റോയിൽ 2z ഉണ്ട്. നമ്മൾ ഫസ്റ്റ് റോ പ്ലസ് സെക്കൻഡ് റോ പ്ലസ് തേർഡ് റോ ആഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഡിറ്റർമിനന്റ് വാല്യൂവിന് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. നമുക്കറിയാം, ഒരു റോയിന്റെ കൂടെ മറ്റൊരു റോയിന്റെ മൾട്ടിപ്പിൾസ് ആഡ് ചെയ്യുമ്പോൾ ഡിറ്റർമിനന്റിന്റെ വാല്യൂ മാറുന്നില്ല. അതുപോലെ തന്നെ കോളവും. ഓക്കെ, സോ എക്സ് മൈനസ് വൈ മൈനസ് ഇസഡിന്റെ കൂടെ 2yയും 2zഉം ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? മൈനസ് വൈ പ്ലസ് 2y പ്ലസ് വൈ ആകും, മൈനസ് ഇസഡ് പ്ലസ് 2z പ്ലസ് ഇസഡ് ആകും. അതായത് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് കിട്ടും. ക്ലിയർ ആണല്ലോ? അതേപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ സെക്കൻഡ് ടേം നോക്കുമ്പോഴോ എഗെയിൻ നമ്മൾ ഫസ്റ്റ് റോ പ്ലസ് സെക്കൻഡ് റോ പ്ലസ് തേർഡ് റോ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് സെക്കൻഡ് ടേം എന്താ വരിക? മൈനസ് ഇസഡ് പ്ലസ് 2z പ്ലസ് ഇസഡ് വരും, മൈനസ് എക്സ് പ്ലസ് 2x പ്ലസ് എക്സ് വരും, എഗെയിൻ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് വരുന്നുണ്ട്. ലാസ്റ്റ് ടേമോ 2y മൈനസ് വൈ വൈ, അതുപോലെ തന്നെ മൈനസ് എക്സ് പ്ലസ് 2x പ്ലസ് എക്സ് ഇസഡ് ഉണ്ട്. സോ അഗെയിൻ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ആണ് വരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുന്നത് ലെറ്റ് R1 ചേഞ്ച് ടു R1 പ്ലസ് R2 പ്ലസ് R3. അപ്പോൾ എല്ലാം എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ആകും, എല്ലാ ടേംസും R1. അപ്പോൾ അതിനെ എഴുതാം എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ആണ് ഇവിടുത്തെ ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേമും അത് തന്നെയാണ്, തേർഡ് ടേമും അത് തന്നെയാണ്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഫസ്റ്റ് റോയിൽ ഞാൻ കൊണ്ടുവന്നു. റൈറ്റ്, ബാക്കിയൊന്നും മാറ്റമില്ല, അതുപോലെ എഴുതുക. 2z z മൈനസ് എക്സ് മൈനസ് വൈ, എക്സ് മൈനസ് വൈ മൈനസ് ഇസഡ്, 2x. ഓക്കെ, ഇത്രയും നമ്മൾ എഴുതി. നോ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഈ എക്സ് പ്ലസ് ഫൈവ് പ്ലസ് ഇസഡ് നമ്മളോട് വരുത്തി അല്ലെ? ഫസ്റ്റ് ടേം എക്സ് പ്ലസ് ഫൈവ് പ്ലസ് ഇസഡ് ആണ്. നമ്മൾ ഡിറ്റർമിനന്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്? ഫസ്റ്റ് ടേം ഇൻറ്റു ഈ ഫസ്റ്റ് റോയും ഈ ഫസ്റ്റ് കോളവും മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഡിറ്റർമിനന്റ് ആണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത് അല്ലെ? ഇത് ഇൻറ്റു ഇത് മൈനസ് ഇത് ഇൻറ്റു ഇത് അല്ലെ? മൈനസ് സെക്കൻഡ് ടേം ഇൻറ്റു ആ റോയും ആ കോളവും മാറ്റി വെച്ചിട്ട് പിന്നെ ഉള്ളത് ദിസ് ഇൻറ്റു ദിസ് മൈനസ് ദിസ് ഇൻറ്റു ദിസ് ആണ്. പ്ലസ് തേർഡ് ടേം ഇൻറ്റു ആ റോയും ആ കോളവും മാറ്റി വെച്ചിട്ട് 2z ഇൻറ്റു 2x മൈനസ് 2z ഇൻറ്റു ദിസ് ടേം. അങ്ങനെ നമ്മൾ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യും അല്ലെ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇവിടെ എല്ലാം എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഉണ്ടല്ലോ അല്ലെ? നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കോളം വെച്ചിട്ട് നമുക്ക് മാക്സിമം സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. അതായത് ഇതിനകത്ത് 0 ടേംസ് കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. ഈ ടേമിനെയും 0 ആക്കാൻ പറ്റുമോ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടേമിന്റെ എക്സ്പാൻഷൻ മാത്രം ചെയ്താൽ മതിയല്ലോ അല്ലെ? അങ്ങനെ നോക്കാം. എങ്ങനെ 0 ആക്കാൻ പറ്റും? സിമ്പിൾ ആണ്. C2 ചേഞ്ചസ് ടു C2 മൈനസ് C1. അപ്പോൾ ഈ ടേം മൈനസ് ചെയ്യുമ്പോൾ 0 ആവും. അതുപോലെ തന്നെ C3 ചേഞ്ചസ് ടു C3 മൈനസ് C1. അഗെയിൻ ഈ ടേം 0 ആയി കിട്ടും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ അത് എഴുതാം. ഓക്കെ, സോ ദിസ് ബിക്കംസ് ഫസ്റ്റ് ടേം എന്തായി? മാറ്റമില്ല, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് തന്നെയാണ്. പക്ഷേ സെക്കൻഡ് കോളം ഞാൻ എന്ത് ചെയ്തു? C2 മൈനസ് C1 ചെയ്തു. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എന്തായി? 0 ആയി. അപ്പോൾ ഇത് 0 ആണ്. അതുപോലെ തന്നെ തേർഡ് ടേം എന്തായി? 0 ആയി. കാരണം C3 ചേഞ്ചസ് ടു C3 മൈനസ് C1 ചെയ്തു. സോ ദിസ് മൈനസ് ദിസ് ഈസ് 0. ഇവിടെ എന്ത് സംഭവിക്കും? 2z മൈനസ് 2z, ഇവിടെയും 0 ആയി. ഫസ്റ്റ് ടേം ഇവിടെ മാറ്റമില്ല, ഇവിടെയും മാറ്റമില്ല. ഫസ്റ്റ് കോളം നമ്മൾ മാറ്റമൊന്നും വരുത്തുന്നില്ല. സെക്കൻഡ് കോളം മൈനസ് ഫസ്റ്റ് കോളം ആണ് ചെയ്യുന്നത്. സോ 2x മൈനസ് x എന്താണ്? x ആണ്. സോ ദിസ് ബിക്കംസ് 2x മൈനസ് ഓഫ് x മൈനസ് y മൈനസ് z ചെയ്യുമ്പോഴത്തേക്ക്
2x minus x x ആയി, ബാക്കി മൈനസ് ഓഫ് ഇതെല്ലാം പ്ലസ് ആയി. സോ ദിസ് ബിക്കംസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ്. അപ്പോൾ അത് നന്നായി നമുക്ക് വേണ്ട ടേം തന്നെയാണ്. അതുപോലെ C3 ചേഞ്ചസ് ടു C3 മൈനസ് C1 ആണ്. സോ Z മൈനസ് 2Z എന്തായി? മൈനസ് Z ആയി. അപ്പോൾ എന്തായി? മൈനസ് എക്സ് മൈനസ് വൈ മൈനസ് ഇസെഡ്, റൈറ്റ്? ഓർ ഐ ക്യാൻ റൈറ്റ് മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ്. എല്ലാ ടേംസും നെഗറ്റീവ് ആയതുകൊണ്ട് -1 പുറത്തെടുത്തു. അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റും, മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ്. അടുത്തതോ 2x മൈനസ് ഓഫ് എക്സ് മൈനസ് വൈ മൈനസ് ഇസെഡ്. എന്തായി? 2x മൈനസ് എക്സ് എന്തായി? എക്സ് ആയി. പിന്നെ വീണ്ടും മൈനസ് ഓഫ് മൈനസ് വൈ മൈനസ് ഓഫ് മൈനസ് ഇസെഡ് പ്ലസ് ആയി. സോ ദിസ് ബിക്കംസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ്. ഇങ്ങനെ കിട്ടി. ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ രണ്ട് ടേംസും 0 ആയി. അപ്പോൾ ഫസ്റ്റ് റോ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ എക്സ്പാൻഡിങ് അലോങ് ദ ഫസ്റ്റ് റോ ആകപ്പാടെ ഒരെണ്ണം മാത്രം ചെയ്താൽ മതി. ഏതാണ്? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് ഇൻറ്റു ഈ പ്രോഡക്റ്റ് ദിസ് ഇൻറ്റു ദിസ് മൈനസ് ദിസ് ഇൻറ്റു ദിസ് മാത്രം ചെയ്താൽ മതി. അതിനകത്ത് 0 ഇൻറ്റു ദിസ് ടേം 0 ആയി പോകും. ചുരുക്കി പറഞ്ഞാൽ മൈനസ് ഓഫ് ദിസ് ഇൻറ്റു ദിസ് മാത്രം ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് ടേം ഈസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് ഇൻറ്റു 0 ഇൻറ്റു ദിസ് മൈനസ്, സോ അത് 0 ആണ്, മൈനസ് ഓഫ് ദിസ് ഇൻറ്റു ദിസ്. ഈ ടേം നെഗറ്റീവ് ആണ്. സോ മൈനസ് ഓഫ് മൈനസ് എന്തായി? പ്ലസ് ആയി. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് എന്താണ്? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ആണ്. സോ ദിസ് ബിക്കംസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസെഡ് ദ ഹോൾ സ്ക്വയർ. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ കിട്ടിയിരിക്കുന്നത് x plus y plus z into x plus y plus z the whole square, which is nothing but x plus y plus z the whole cube. അത്രയേ ഉള്ളൂ. സോ ഇവിടെ നമ്മൾ ചെയ്തത്രയേ ഉള്ളൂ. നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്തു, കോളം ട്രാൻസ്ഫോർമേഷൻ ചെയ്തു. അപ്പോൾ ആദ്യം ചെയ്തത് എന്താണ്? ഇവിടെ ഞാൻ ചെയ്തത് R3 ചേഞ്ചസ് ടു R1 ചേഞ്ചസ് ടു എന്താ ചെയ്തത്? ഇത് മൂന്നും നമ്മൾ ആഡ് ചെയ്തു, അല്ലേ? സോ R1 ചേഞ്ചസ് ടു R1 പ്ലസ് R2 പ്ലസ് R3. അപ്പോഴാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടിയത്. അടുത്ത എന്താ ചെയ്തത്? ഇവിടെ ചെയ്തത് C2 ചേഞ്ചസ് ടു C2 മൈനസ് C1. അതുപോലെ C3 ചേഞ്ചസ് ടു C3 മൈനസ് C1. അപ്പോൾ ഓരോ തവണയും നമ്മൾ ചേഞ്ചസ് എഴുതുമ്പോഴത്തേക്ക് ഇവിടെ താഴെ നോട്ട് ചെയ്യാൻ മറക്കണ്ട. എന്നാലും നമുക്ക് എന്താണ് ചെയ്തത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ, റൈറ്റ്? അങ്ങനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. ഫൈനലി we got the result. So LHS is equal to RHS.